അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1471, സൂറത്തുൻ നഹൽ 98 മുതൽ 105 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون. إنما سلطانه على الذين يتولونه والذين هم به مشركون. وإذا بدلنا آية مكان آية والله أعلم بما ينزل قالوا إنما أنت مفتر بل أكثرهم لا يعلمون. قل نزله روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين. ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين. إن الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. فإذا قرأت القرآن തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇസ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശല്യത്തെ തൊട്ട് അള്ളാഹുവോട് അഭയം തേടണം. ഇന്നഹു നിശ്ചയം കാര്യം ലൈസലഹു സുൽത്താനുൻ അല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ മേലിൽ അവനൊരു അധികാരവുമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിന്റെ മേലിൽ പരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേലിൽ അവനൊരു അധികാരവുമില്ല. ഇന്നമാ സുൽത്താനുഹു, അവൻ അധികാരമുള്ളത് അലല്ലദീന യതവല്ലൗനഹു, അവനെ രക്ഷാധികാരികളാക്കുന്നവരുടെ മേലിലാണ്. വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, അവൻ കാരണം അള്ളാഹുവിൽ പങ്കാളികളെ സ്ഥാപിക്കുന്നവരുടെ മേലിലുമാണ് അവൻ അധികാരമുള്ളത്. വൈദാ ബദ്ദൽന ആയത്തൻ മക്കാന ആയത്തിൻ, ഖുർആനിലെ ഒരു സൂക്തത്തിന് പകരം മറ്റൊരു സൂക്തം അള്ളാഹു പകരമാക്കിയാൽ, അതായത് ഒരു നിയമം ദുർബലപ്പെടുത്തി മറ്റൊരു നിയമം അള്ളാഹു സ്ഥാപിച്ചാൽ എന്നർത്ഥം. വല്ലാഹു അഅലമു ബിമാ യുനസ്സിലു, യഥാർത്ഥത്തിൽ അള്ളാഹു എന്താണ് അവതരിപ്പിച്ചതെന്ന് അള്ളാഹ്ക്ക് നന്നായി അറിയാം. ഏതായാലും അങ്ങനെ അവതരിപ്പിച്ചാൽ ഖാലു, അവർ പറയും ഇന്നമാ അൻത മുഫ്തർ, നബിയെ നിങ്ങൾ കെട്ടിയുണ്ടാക്കി പറയുന്നയാൾ മാത്രമാണ്, കള്ളം കെട്ടി പറയുന്ന നിർമ്മിച്ചുണ്ടാക്കി പറയുന്നയാൾ മാത്രമാണ് എന്ന്. എന്നാൽ ബൽ അക്സറുഹും, പക്ഷെ അവരിൽ അധിക പേരും ലാ യഅലമൂൻ, യാഥാർത്ഥ്യം അവരറിയുന്നില്ല. ഖുൽ, നബിയെ അതിന് മറുപടിയായിട്ട് തങ്ങൾ പറയൂ, നസ്സലഹു, ഈ ഖുർആനെ അവതരിപ്പിച്ചത് റൂഹുൽ ഖുദ്സി, പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മിർ റബ്ബിക, അങ്ങയുടെ നാഥനിൽ നിന്ന് ബിൽ ഹഖ്, സത്യസമേതം അവതരിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ലിയുസബ്ബിതല്ലദീന ആമനു, സത്യവിശ്വാസികളെ ശരിയായ മാർഗത്തിൽ സ്ഥിരതയോടുകൂടെ നിർത്തുന്നതിനു വേണ്ടി, ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി, വഹുദൻ മാർഗദർശനമായ നിലക്കും, വബുശ്റാ ലിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കുള്ളൊരു സന്തോഷവാർത്തയായ നിലക്കുമാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. അതായത് ഞാൻ കെട്ടിയുണ്ടാക്കിയതല്ല എന്നർത്ഥം. വലഖദ് നഅലമു, നിശ്ചയം നമുക്കറിയാം, അന്നഹും യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നമാ യുഅല്ലിമുഹു ബശർ, ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നവർ പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന നിലക്ക് അവർ ചേർത്തു പറയുന്ന ആളുടെ ഭാഷ അഅജമിയ്യുൻ, അത് അനറബിയാണ്. വഹാദാ, ഈ ഖുർആനാവട്ടെ ലിസാനുൻ അറബിയ്യും മുബീൻ, വ്യക്തമായ അറബി ഭാഷയുമാണ്. അപ്പൊ ആരോപണത്തിൽ തീരെ കഴമ്പില്ല എന്നർത്ഥം. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്ത കൂട്ടർ, ലാ യഹ്ദീഹിമുല്ലാഹു, അവരെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ല, നിശ്ചയം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ
വിശ്വസിക്കാത്തവർ മാത്രമാണ് കളവ് കെട്ടിപ്പറയുക, അതൊരു പ്രവാചകന് ചേർന്നതല്ല എന്നർത്ഥം. ഉലൈകഹുമുൽ കാദിബൂൻ, അത്തരക്കാർ തന്നെയാണ് നുണ പറയുന്നവരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഈ ദുരാരോപണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈദാ ഖറഅത്തുൽ ഖുർആന എന്ന ആയത്ത് ഓതി തുടങ്ങി വിശദീകരണം പൂർത്തിയാക്കാനായില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒറ്റ വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പിശാച് ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കാവല് തേടണം എന്നാണ്. കാരണം ഏതു സുഹൃതങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ആ സുഹൃതങ്ങൾക്ക് പരമാവധി അതിനെ മാറ്റു കുറക്കാൻ, അതിന്റെ മഹത്വം ഇല്ലാതാക്കാൻ, ഇനി അത് പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ആവശ്യമായ എല്ലാ കുതന്ത്രങ്ങളും ആര് നടത്തിക്കൊണ്ടിരിക്കും? പിശാച് നടത്തിക്കൊണ്ടിരിക്കും. അവൻ നമ്മളെ വഴിതെറ്റിക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. ആകാവുന്ന എല്ലാ റൂട്ടുകളും അവൻ ഉൾക്കൊള്ളും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പറ്റി അവൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഇവരെ വഴിതെറ്റിക്കാൻ എന്നെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്യുമെന്ന്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ നൈസായിട്ട് പറ്റിച്ച ഈ ചങ്ങാതി പറ്റിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമുക്കെതിരെന്താണ് പറ്റിക്കൽ? ഒരു 1.5 പറ്റിക്കലായിരിക്കും. ഈ വിഷയത്തിലുള്ള കൃത്യമായ ജാഗ്രതയോടെ വേണം വിശ്വാസികൾ എല്ലാ സമയത്തും മുന്നോട്ട് പോകാൻ. എന്ന് പറഞ്ഞാൽ പിശാച് ഒരിക്കലും തന്നെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. പരമാവധി നന്മയുടെ പ്രൗഢി കുറക്കുക എന്നത് അവന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് നന്മ തന്നെ പിശാച് ചെയ്യിപ്പിച്ചെന്ന് വരും. എന്തിന്? അവിടെ അത് ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പുരോഗതിയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ. അത്ര വലിയ ശത്രുതയാണ് ആരോട്? മനുഷ്യരോട് പിശാചിനുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്ത്? ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങളും അവനെ ശത്രുവായി തന്നെ കാണണം. ശത്രുവായി കാണണം എന്ന് പറഞ്ഞാൽ ശത്രു ആയിട്ട് നമ്മൾ ഒരാളെ പ്രതിഷ്ഠിച്ചാൽ പിന്നെ അവൻ സന്തോഷിക്കാതിരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. ഒരിക്കലും ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയാറില്ല നമ്മള്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അയാളായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും അയാൾ എന്റെ ശത്രുവിന്റെ ശത്രുവാണ്, അതുകൊണ്ട് തന്നെ അയാളെ സഹായിച്ചാലും എന്റെ ശത്രു ദുഃഖിക്കും. അല്ലേ? ഇതായിരിക്കില്ല അതിന്റെ നിലപാട്. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ദുഷ്ടയായ അമ്മായിമ്മയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ? ആങ്ങളെ മരിച്ചാലും നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന നാത്തൂൻ പോരിന്റെ ആളുകളുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? ഇതന്നെയാണ് പിശാചിന്റെ മാനസികാവസ്ഥ. നമ്മളെ ഏതു വിധേനയും തകർക്കണമെന്നാണ് അവന്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൌരവതരമായ ഉത്തരവാദിത്തമായി കൊണ്ടു നടക്കേണ്ടത് എന്താണ്? ഒരിക്കലും പിശാച് സന്തോഷിക്കുന്നതും പിശാചിന് എന്നെക്കുറിച്ച് അവന് ഞാൻ വഴങ്ങിക്കൊടുത്തു എന്ന് തോന്നുന്നതുമായ ഒരു ശ്രമവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും എന്നിൽ നിന്നുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നിർബന്ധ ബുദ്ധിയാണ് ജീവിതത്തിലുടനീളം നമ്മൾ കാണിക്കേണ്ടത് എന്നതാണ് ഇവിടുത്തെ വിഷയം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു. കാര്യം പിശാചിന് ഒരിക്കലും തന്നെ സത്യവിശ്വാസികളുടെ മേലുള്ള ഒരു അധികാരവുമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ നാഥന്റെ മേലിൽ വരവേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേലിൽ പിശാചിന് അധികാരമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പിശാചിനെ ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ട് അവനെതിരിൽ പൊരുതും എന്ന ഒരു നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ തോറ്റു തരാനല്ലാതെ പിശാചിന് സാധിക്കില്ല. പിന്നെ പിശാച് നമ്മളെ വഴിതെറ്റിക്കുന്നത് എന്തുകൊണ്ടാണ്? പിശാചിനെ നമ്മളെ വശീകരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പിശാചിനെതിരെ ജാഗ്രത പുലർത്തുന്നില്ല. പിശാച് നമ്മുടെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കിയ ശത്രുവിന്റെ കഴിവും ആ ശത്രുവിന്റെ സ്വാധീനവും അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. പിശാചിനെ നമ്മളൊരു നെവർ മൈൻഡായി തള്ളിക്കളയുകയാണ്. തള്ളിക്കളയാച്ചാൽ പിശാച് അന്ന് നമ്മളങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ശത്രുവിന്റെ ശക്തി കുറച്ചു കാണുന്നു. അവ പിന്നെ ശത്രുവിന് നമ്മിലേക്ക് കയറി വരാനും നമ്മിൽ അധിനിവേശം സ്ഥാപിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹുവിന്റെ മേലിൽ മാത്രം വരമേൽപ്പിക്കുകയും അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മേലിൽ അധികാരവും പിശാചിനില്ല. അതുകൊണ്ട് ഇന്നമാ സുൽത്താനുഹു അലല്ലദീന തവല്ലൗനഹു, നിശ്ചയം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെ മേലിലാണ് പിശാചിന്റെ അധികാരം. വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, ഈ പിശാച് കാരണത്താൽ അള്ളാഹുവിൽ പങ്കാളികളെ സ്ഥാപിക്കുന്ന, എന്നാൽ ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ആളാണ് പിശാച്.
ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ അവരെയാണ് പിശാചിന് എന്ത് ചെയ്യാൻ പറ്റുക, സ്വാധീനിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെ വിശുദ്ധി കളഞ്ഞു കുളിക്കാതെ മുന്നോട്ട് പോകുന്ന ശൈലി സ്വീകരിച്ചാൽ പിശാച് നമ്മളെ തകർക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ അത്ര ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ നമ്മളെ പിശാച് അവൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ വൈദാ ബദ്ദൽന ആയത്തൻ തുടങ്ങിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട ദുരാരോപണങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്. സുമ്മ ശറഅ ഫീ ഹികായത്തി ശുബ്ഹാത്തി മുൻകിരി നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കാനും നിഷേധിക്കാനും നിൽക്കുന്നവരുടെ ഒരു സംശയം, ആ സംശയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും അതിന് മറുപടി പറയുകയുമാണ്. എന്താണ്? രണ്ടു സംശയമുണ്ട്. ഒന്നാമത്തെ സംശയം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന ഇദാ നസലത്ത് ആയത്തുൻ ഫീഹാ ശിദ്ദത്തുൻ, വളരെ ഗൗരവമുള്ള ഒരു നിയമം പറയുന്ന ഒരു സൂക്തം അവതരിച്ചു. സുമ്മ നസലത്ത് ആയത്തുൻ അല്യന മിൻഹ, പിന്നെ അത്ര തന്നെ ഗൗരവമല്ലാത്ത കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു സൂക്തവും അവതരിച്ചാൽ, എന്ന് പറഞ്ഞാൽ ആദ്യം കർക്കശമായിട്ടുള്ള ഒരു നിയമമായിരുന്നു, വളരെ ടഫായിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞ് പിന്നീട് അതിന് അല്ലാഹു തആല ഒരു ലഘൂകരണം കൊടുക്കും. എന്നിട്ട് ആദ്യത്തെ നിയമം നടപ്പാക്കണ്ട, ഇത് നടപ്പാക്കിയാൽ മതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിനെ ദുർബലപ്പെടുത്തുകയും എന്നിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു നിയമം കൊണ്ടുവരികയും ചെയ്താൽ ഈ ആയത്തുകളിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള അപ്ഡേഷന് വിധേയമാക്കുമ്പോ അതിനെക്കുറിച്ച് തഖൂലു കുഫാറു ഖുറൈശിൻ, ഖുറൈശി കാഫിരീങ്ങൾ പറയും. എന്താ പറയാ? വല്ലാഹി മാ മുഹമ്മദുൻ, മുഹമ്മദ് നബി അല്ല ഇല്ലാ യസ്ഖറു ഖൗമഹു ഇല്ലാ യസ്ഖറു ബി അസ്ഹാബിഹി, തന്റെ ആൾക്കാരെ പരിഹസിക്കല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. കാരണം ഇന്നൊന്ന് പറയുന്നു അല്യൗമ യൗമുറു ബി അംരിൻ, ഇന്നൊന്ന് കൽപ്പിക്കും, വഗദൻ യൻഹാ അൻഹു, നാളെ അത് വേണ്ട എന്ന് പറഞ്ഞതിന് വിലക്കും. വഅന്നഹു ലാ യഖൂലു ഹാദിഹിൽ അശ്യാ, ഇതൊക്കെ പറയുന്നത് ഇല്ലാ മിൻ ഇൻദി നഫ്സിഹി, സ്വന്തം തന്നെ പറയാണ്. ഇന്നിങ്ങനെ തോന്നി അത് പറഞ്ഞു, നാളെ മറ്റൊന്ന് തോന്നും അപ്പൊ അത് പറയും, അല്ലാതെ ഇതിനൊന്നും ഒരു ആധികാരികതയുമില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയെ നിരാകരിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലും വഹയിന്റെ അടിസ്ഥാനത്തിലും സംസാരിക്കുകയാണ് എന്നതിനെ തകർക്കാനും വേണ്ടിയാണ് അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക. ആ ആരോപണത്തിന് അല്ലാഹു തആല അതിന് മറുപടിയായിട്ട് അറിയിച്ചതാണ് വൈദാ ബദ്ദൽന ആയത്തും മക്കാന ആയത്തിൻ. ഒരു സൂക്തത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു സൂക്തം നമ്മൾ പകരമാക്കിയാൽ, അതായത് ഖുർആനിലുള്ള ഒരു നിയമത്തെ ദുർബലപ്പെടുത്തി മറ്റൊരു നിയമം നമ്മൾ പകരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നത് വല്ലാഹു അഅലമു ബിമാ യുനസ്സിലു, എന്താണ് അള്ളാഹ് ഇറക്കിയെന്ന് അള്ളാഹ്ക്ക് അറിയാലോ. അതുകൊണ്ട് ആ ഇറക്കിയത് മാറ്റിയിട്ട് മറ്റൊന്ന് അള്ളാഹ് ഇറക്കുന്നുണ്ടെങ്കിൽ ഇറക്കുമ്പോ കാലു അവര് പറയും ഇന്നമാന്ത മുഫ്തർ, നിങ്ങൾ കെട്ടിണ്ടാക്കി പറയാണ്, കള്ളം നിർമ്മിച്ച് പറയാണ് എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറയും. പക്ഷേ ബൽ അക്സറുഹും ലാ യഅലമൂൻ, അവരറിയില്ല യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. അപ്പൊ അവർ അങ്ങനെ നിങ്ങൾ കെട്ടിണ്ടാക്കിയ സ്വന്തം പറയാണ് എന്ന് അവര് പറഞ്ഞാൽ ആ പറയുന്നതിന് തങ്ങൾ പറയേണ്ട മറുപടി എന്താ? അവരോട് കുൽ നബിയെ തങ്ങൾ പറയൂ, നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക ബിൽ ഹഖ്, ഈ ഖുർആനിനെ, അതായത് ഇന്നലെ അങ്ങനത്തെ ഒരു സൂക്തം അവതരിച്ചതും ഇന്ന് അതിനെ ദുർബലപ്പെടുത്തി മറ്റൊരു സൂക്തം അവതരിപ്പിച്ച് തന്നതും ആരാണ്? അത് പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സത്യസമേതം എന്ത് ചെയ്തതാണ്? എന്റെ മുന്നിൽ ഇറക്കി തന്നിട്ടുള്ളതാണ്. ആ ഇറക്കി തന്നത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു എന്നതല്ലാതെ ഞാൻ എന്റെ വകയിൽ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും നിർമ്മിച്ചിട്ടില്ല എന്ന് തങ്ങൾ മറുപടി പറയൂ. എന്തിനാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചത്? ഖുർആനിൽ യുസബ്ബിത്തല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സ്ഥിരത നൽകാൻ വേണ്ടി, അവരുടെ വിശ്വാസത്തിലും നിലപാടിലുമൊക്കെ അവർക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് അള്ളാഹു തആല തെളിവുകൾ നൽകുന്നത്. കാരണം എന്താ? അവർ ദുർബലപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട അബൂ സഊദ് തഫ്സീറിൽ നമുക്ക് കാണാം എന്ത് കാരണം ഫഇന്നഹും ഇദാ സമിഉൻ നാസിഖ, നേരത്തുള്ള നിയമത്തെ ദുർബലപ്പെടുത്തുന്ന ഒരായത്ത് അവർ കേട്ടാൽ തദബ്ബറു മാ ഫീഹി, ആ ആയത്തിലുള്ള ഒരു സംഗതി അവർ ചിന്തിക്കുകയും ചെയ്താൽ എന്തും ആയത്തിൽ മസാലിഹിൽ ലായിഖത്തി ബിൽ ഹാൽ, സാഹചര്യത്തോട് അനുയോജ്യമായ ഒരു ഗുണം, ഒരു നന്മ നേരത്തെ പറഞ്ഞ നിയമത്തിൽ ഇല്ലാത്ത, നേരത്തെ പറഞ്ഞ നിയമം എന്തിനാ പറഞ്ഞ് അത് അന്നത്തേക്ക് അത് ഫിറ്റായിരുന്നു.
എന്നാൽ ആ നിയമത്തെക്കാൾ ഇന്നത്തേക്ക് ഫിറ്റാവുന്നത് മറ്റൊരു നിയമമാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്താൽ റസഖത്ത് അഖായിദുഹും വത്മഅന്നത് ഖുലൂബുഹും, അവരുടെ വിശ്വാസം ഉറക്കുകയും അവരുടെ ഹൃദയത്തിന് സമാധാനം കൈവരുകയും ചെയ്യും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്ന നസ്ഖ് ചെയ്യുക എന്നൊരു സംഗതി ചില നിയമങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് പറയേണ്ടതെന്ന് പിടിയില്ലാത്ത ആള് തീരുമാനം മാറ്റും പോലെയല്ല, മറിച്ച് ഈ സമൂഹം ഒരു കുഞ്ഞിന്റെ വളർച്ച പോലെ ആ സമൂഹത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ത്രികാലജ്ഞാനിയായ അള്ളാഹുവിനറിയാം ഈ കാലത്തേക്ക് പ്രസക്തമായ നിയമം എന്താണ്, അടുത്ത മണിക്കൂറിലേക്കോ അടുത്ത ദിവസത്തിലേക്കോ പ്രസക്തമായ നിയമം എന്താണ് എന്ന് അള്ളാഹുവിനറിയും. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ദിവസങ്ങൾക്ക് പ്രസക്തമായ നിയമം ഇപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നാളത്തേക്ക് ഈ നിയമത്തെക്കാൾ ഫിറ്റായ മറ്റൊരു നിയമം വേറെ ഉണ്ടെന്ന് അള്ളാഹുവിനെ അറിയാം നേരത്തെ തന്നെ. അതുകൊണ്ട് ഇത്ര ദിവസത്തേക്കുള്ള നിയമമാണിത്, അത് കഴിഞ്ഞാൽ ആ നിയമം പിൻവലിച്ച് മറ്റൊരു നിയമം അള്ളാഹു തആല കൊണ്ടുവരും. അപ്പൊ അത് കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനുള്ള അതാത് സാഹചര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ആ നിയമത്തിനുള്ള ഗുണം ആർക്ക് മനസ്സിലാകും? ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ അവർക്ക് ബോധ്യപ്പെടും അള്ളാഹു തആല ഇങ്ങനൊന്ന് പറഞ്ഞു പോയല്ലോ, ഇനി ഇത് തന്നെ നിൽക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് അബദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലുള്ള ബുദ്ധിമുട്ട് സഹിക്കാനോ ഉമ്മത്തിനെ വിട്ടില്ലല്ലോ, മറിച്ച് അവർക്ക് ഗുണകരമായതാണ് ഓരോ സമയത്തും അള്ളാഹു പറയുന്നതെന്ന് അവർക്ക് ഉറക്കുകയും ഈ ദുർബലപ്പെടുത്തുന്ന നിയമങ്ങൾ വരുമ്പോൾ അവരുടെ വിശ്വാസം ഉറക്കുകയും ചെയ്യും. അതേസമയത്തോ നിഷേധികളായിട്ടുള്ള ആളുകൾ, ദോഷൈകതീർക്കുകളായ ആളുകൾ അവരതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാനും വരും. അത് അവരുടെ ഒരു കുലത്തൊഴിലായി മാത്രം കണ്ട് അവഗണിച്ചാൽ മതി എന്നാണ് വാസ്തവത്തിൽ ഈ പറയുന്നതിന്റെ ചുരുക്കം. ഓക്കെ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് അള്ളാഹുവിൽ നിന്ന് സത്യസമേതം അവതരിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ വകയല്ല, അള്ളാഹു ആണ് നൽകുന്നത്. അതെനിക്ക് അവതരിപ്പിച്ചെന്നു, അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളുടെ ഈമാൻ ഉറക്കും. അതോടൊപ്പം തന്നെ ബഹുദൻ മാർഗദർശനവും വബുശ്റാലിൽ മുസ്ലിമീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയമത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ നിയമത്തെ ദുർബലപ്പെടുത്തിയതിന്റെ പേരിൽ ഖുർആനെ ചൊറിയാൻ എന്ത് ചെയ്യേണ്ടതില്ല, ആരും വരേണ്ടതില്ല എന്നാണ് അടുത്ത ഈ വിഷയത്തിന്റെ കൃത്യമായിട്ടുള്ള മറുപടിയായി അള്ളാഹു പറയുന്നത്. ഇനി നോക്കൂ, തുടർന്ന് അള്ളാഹു പറയുന്നു വലഖദ് നഅലമു, നിശ്ചയം നമുക്കറിയാം, അന്നഹും യഖൂലൂന, ആ നിഷേധികൾ പറയുന്നുണ്ട് എന്ന്. എന്തു പറയുന്നുണ്ട്? ഇന്നമാ യുഅല്ലിമുഹു ബശർ, നിശ്ചയം ഈ ഖുർആനെ മുഹമ്മദ് നബിക്ക് ഏതോ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഏതൊക്കെയോ ഗുരുക്കന്മാരിൽ നിന്ന് മുഹമ്മദ് നബി പഠിക്കേണ്ടതാണ് ഈ ഖുർആൻ എന്നവർ പറയുന്നുണ്ട്, ഒരു ആരോപണം എന്ന് നമുക്കറിയാം. എന്നാൽ ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഏതൊരാളിലേക്കാണോ അവർ ചേർക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷ, അതായത് മുത്തനബിന്റെ ഗുരുവായിട്ട് അവർ പരിചയപ്പെടുത്തുന്ന ആളുടെ ഭാഷ അജമിയുൻ, അറബിയാണ്. വഹാദ, ഈ ഖുർആനാവട്ടെ ലിസാനുൻ അറബിയും മുബീൻ, വ്യക്തമായ ഖുർആനിക ഭാഷയും അറബിയുടെ ഭാഷയുമാണ്. അതായത് മക്കത്തെ മുശ്രിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാൻ, നിഷേധിക്കാൻ, തള്ളിപ്പറയാൻ രണ്ടാമതായിട്ട് അവർ കണ്ടുവച്ച സംശയമാണ് എന്ത്? അന്നഹും കാനൂ യഖൂലൂന, അവർ പറഞ്ഞിരുന്നു ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യദ്കുറു ഹാദിഹിൽ ഖിസസ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖിസ്സകളും ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് വഹാദിഹിൽ കലിമാത്ത്, അതേപോലെ ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞ് ഈ വാക്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കണത് ലഅന്നഹു യസ്തഫീദുഹാ മിൻ ഇൻസാനിൻ ആഖർ വയതഅല്ലമുഹാ മിൻഹു, മറ്റൊരാളിൽ നിന്ന് പഠിച്ചിട്ടും അദ്ദേഹത്തിൽ നിന്ന് സംഭരിച്ചിട്ടും പറയുന്നതാണ്, അല്ലാതെ അള്ളാഹ് അവതരിപ്പിച്ചതൊന്നുമല്ല. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദൈവികമായ സന്ദേശങ്ങൾ ലഭിക്കുന്നുമില്ല, മറിച്ച് ചില മനുഷ്യന്മാരിൽ നിന്ന് അവർ പകർത്തിയെടുക്കുന്നതാണ് എന്നവർ പറഞ്ഞിരുന്നു. അതിന് ചില ആളുകളെയും അവർ പ്രതിഷ്ഠിച്ചിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്താണത് അവരങ്ങനെ പറയാൻ കാരണം? അവർ പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില മനുഷ്യന്മാരുമായി കോണ്ടാക്ട് ചെയ്ത് അവരിൽ നിന്നാണ് എന്ത് കണ്ടെത്തുന്നത്, ഈ നിയമങ്ങൾ കണ്ടെത്തുന്നത് എന്നാണ് അവർ വാദിച്ചിരുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അവർ ആരോപണം ഉന്നയിക്കുന്നത് എന്തിലേക്ക് ചേർത്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഇമാമുമാരെ രേഖപ്പെടുത്തുന്നത് കാണാം നമുക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്തഫീദുൽ ഖസസ വൽ അഖ്ബാറ മിൻ ഇൻസാനിൻ ആഖർ
വയതഅല്ലമുഹാ മിൻഹു. ഖറായിബുൽ ഖുർആൻ തഫ്സീറിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രങ്ങളും ഈ വാർത്തകളും ഒക്കെ വേറൊരാളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഏതാണ് ആളാരാണ് എന്നതിൽ വ്യത്യസ്ത വീക്ഷണം അവർ പറയുന്നുണ്ട്. ഒന്ന്, ഹുവൈത്ത് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ആളുടെ അടിമ, ആയിഷി എന്നോ അല്ലെങ്കിൽ യൈഷി എന്നോ ഒരു പേര് വിളിച്ചിരുന്ന ഒരു അടിമ, അയാൾക്ക് നേരത്തെ പൂർവ്വവേദങ്ങളെ സംബന്ധിച്ച് ചില വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മുഹമ്മദ് നബി ഇതൊക്കെ പഠിച്ചെടുക്കുന്നതെന്നാണ് ഒരു ആരോപണം. മറ്റൊന്ന്, ജബർ എന്ന് പറഞ്ഞ ആളിൽ നിന്നാണ്. റോമക്കാരനായ ഒരു അടിമയായിരുന്നു, ആമിർ ബിനുൽ ഹദറമി എന്ന ആളുടെ അടിമയായിരുന്നു അദ്ദേഹം. അയാളും എന്തുണ്ട്, പൂർവ്വവേദങ്ങളെ സംബന്ധിച്ച് ചില അറിവുകളുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും വാസ്തവത്തിൽ യസ്നആനി സുയൂഫ ബി മക്കത്ത, മക്കയിൽ വാള് നിർമ്മാണം എന്ന ജോലിക്ക് വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പൊ അവര് തൗറാത്തും അതേപോലെ തന്നെ ഇഞ്ചിയിലും ഒക്കെ പരിചയമുള്ള ആളുകളാണ്. അവരിൽ നിന്ന് മുഹമ്മദ് നബി കുറച്ചൊക്കെ അടിച്ചു മാറ്റിയിട്ട് പറയാണ് എന്നായിരുന്നു ആരുടെ വാദം? ഇവരുടെ വാദം. അപ്പൊ അതിനുള്ള മറുപടി ഖുർആൻ പറഞ്ഞ എന്താ? നബിയെ, തങ്ങൾ അവരോട് പറയൂ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விധത്തിൽ അന്യ ആളുകളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണെങ്കിൽ ആ ആളുകൾ ആരാ? ആ ആളുകൾ ഇന്നമായു അല്ലിമുഹു ബശർ, വേറെ മനുഷ്യൻ പഠിപ്പിക്കാന്നല്ല അവർ പറയണത്. എന്നാൽ ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി, നബിതങ്ങളെ ഏതൊരാളിലേക്കാണോ ചേർത്ത് പറയുന്നത് ആ ആളുടെ ഭാഷ അജമിയുൻ അനറബിയാണ്. ഈ പറഞ്ഞ യൈഷി അല്ലെങ്കിൽ ആയിഷി എന്ന് പറഞ്ഞ അയാളായാലും, അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ആളായാലും, ഏത് ജബർ എന്ന് പറഞ്ഞ ആളായാലും, ഇനി സൽമാൻ ഫാരിസി, പേർഷ്യക്കാരനായ സൽമാൻ ഫാരിസിയാണെന്നും ചിലര് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഇവരാരും എന്തല്ല, അറബികളല്ല. ഈ ഖുർആനാണെങ്കിലോ വഹാദാ ലിസാനുൻ അറബിയുൻ മുബീൻ, അത് വ്യക്തമായ അറബി ഭാഷയാണ്. അതായത് അറബി സാഹിത്യത്തിന്റെ ഒരു നിയമത്തെയും ലംഘിക്കാത്ത, അതിന്റെ ഒരു സൗന്ദര്യവും ചോർന്നു പോകാത്ത വിധത്തിലുള്ള ശുദ്ധമായ അറബി ഭാഷയിലാണ് ഈ ഖുർആൻ. അപ്പൊ ആ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെന്നെങ്കിലും സാഹിത്യ ഭാഷ പഠിച്ചു വരാതെ പറ്റില്ലല്ലോ. ഇവരി പറഞ്ഞയിച്ച ആളുകൾക്കൊന്നും, അതായത് മുത്തനബിന്റെ ഉസ്താദുമാരാന്ന് അവർ പറഞ്ഞ ആളുകൾക്കൊന്നും എന്തറിയുകയുമില്ല, ആ അർത്ഥത്തിൽ അറബി ഭാഷയുടെ സൗന്ദര്യം അറിയുകയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. രണ്ടാമത്തത്, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ല, അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാത്തവർ ലാ യഹ്ദീഹിമുല്ലാഹ്, അവരല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും തന്നെ എവിടെന്നെങ്കിലും എന്തെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടെന്ന് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഒരു ലാഭത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ലാന്ന് റസൂലുള്ളാഹിന്റെ ജീവിതം കൊണ്ട് അവർക്കൊക്കെ അറിയാലോ. പിന്നെയും അവർ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് സത്യത്തെ നിരാകരിക്കാൻ വേണ്ടിയാണ്. അപ്പോ സത്യം മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് പരാജയത്തിന്റെ ലക്ഷണമാണ്. അവർക്ക് അടുത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. പിന്നെ അവർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയുണ്ടാക്കി പറഞ്ഞു എന്നല്ലേ. ഒരിക്കലും ഒരു പ്രവാചകനായിട്ടുള്ള, അതായത് നീണ്ട 40 കൊല്ലത്തെ ജീവിതം സത്യസന്ധമായി അടയാളപ്പെടുത്തിയ മുത്തനബി അങ്ങനെ കള്ളം പറയില്ല. ഇന്നമാ യഫ്തനിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്തവരെ കള്ളം പറയുകയുള്ളൂ, കള്ളം കെട്ടിയുണ്ടാക്കുകയുള്ളൂ. ഔലായിക ഹുമുൽ കാദിബൂൻ, അവർ തന്നെയാണ് കള്ളന്മാരും. അത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും വിധേയനാവാൻ പറ്റിയ ആളല്ല. പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായ ജീവിതം നയിച്ചാണ് തങ്ങൾ ജീവിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നോ സാഹിത്യമോഷണം നടത്തിയെന്ന് പറയുന്നതും, അതേപോലെ തന്നെ ചില ആളുകളിൽ നിന്ന് പഠിച്ചെടുത്തതാണെന്ന് പറയുന്നതും, ഇത് ദൈവികമായ സന്ദേശമല്ല എന്ന് വാദിക്കുന്നതും 100% കല്ലുവെച്ച നുണയാകുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആധികാരികത ഒന്നുകൂടി വ്യക്തമാക്കപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് സത്യം ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.